ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കും മുന്നേ പാളികളിലെ സ്വർണം മാറ്റിയെന്നാണ് നിഗമനം. സ്വർണ്ണമോഷണത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. 2019 മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തിരുവാഭരണം കമ്മീഷണർ KS ബൈജു മഹസറിൽ ഒപ്പിടാത്തതിലും ദുരൂഹത സംശയിക്കുന്നുണ്ട്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെത്തി വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. ഇതിനിടെ നിർണായക ദേവസ്വം ബോർഡ് യോഗം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ ചേരുകയാണ്. ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനായാലും ഞാനായാലും ഭഗവാന്റെ സ്വർണമായാലും എന്തായാലും അതാര് കട്ടിട്ടുണ്ടോ അവരെല്ലാം പിടിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ പറയുന്നത് ഇപ്പൊ വിജിലൻസിന്റെ നമ്മുടെ SP ഒരു ഇന്റർവ്യൂ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിനനുസരിച്ച് എന്തൊക്കെ നടപടികളാണ് വേണ്ടത് എന്ന് ഇന്നത്തെ ബോർഡ് യോഗം തീരുമാനിക്കും. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പെട്ടിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. വിവരങ്ങളുമായി ഹരിമോഹനും റഹീസ് റഷീദുമുണ്ട്. ആദ്യം ഹരിയിലേക്ക്. ഹരി, ഇപ്പോൾ 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ഇതിലുള്ള പങ്ക് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയെന്നാണ് അറിയുന്നത്. ഈ മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ചത് മുരാരി ബാബു ആണെന്ന് സ്ഥിരീകരിക്കുകയാണോ? അദ്ദേഹം ഇപ്പോൾ നിലവിൽ എവിടെയാണ്? സ്മൃതി, അതീവ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നിരീക്ഷണങ്ങളും ഒപ്പം തന്നെ നിർദ്ദേശങ്ങളും ഉത്തരവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ ദേവസ്വം വിജിലൻസ് അവരുടെ ഇടക്കാല റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഉദ്യോഗസ്ഥ വീഴ്ചയല്ല, ഉദ്യോഗസ്ഥരുടെ പങ്ക് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പങ്ക് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അന്ന് തയ്യാറാക്കിയ മഹസർ, അതായത് 2019 തയ്യാറാക്കിയ മഹസർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ശബരിമലയിൽ ഏത് വസ്തുവാണെങ്കിലും അത് ചെമ്പായാലും സ്വർണമായാലും അത് അവിടെ നിന്നും മാറ്റുമ്പോൾ അവിടെ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടാകണം. ആ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ ആ മഹസറിൽ ഒപ്പിടുകയും വേണം. പക്ഷേ അന്ന് അവിടെ തിരുവാഭരണം കമ്മീഷണർ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് അത് ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. അത് പക്ഷെ മനഃപൂർവ്വമായിരുന്നു. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ തിരുവാഭരണം കമ്മീഷണർ ആയിരുന്ന KS ബൈജുവിന് അറിയാമായിരുന്നു. പക്ഷെ അറിഞ്ഞിട്ട് പോലും അന്ന് അവിടെ സന്നിഹിതനായിരുന്നില്ല. അദ്ദേഹം ആ മഹസറിൽ ഒപ്പുവെച്ചിട്ടില്ല, അത് കണ്ട് ഉറപ്പുവരുത്തിയിട്ടില്ല തുടങ്ങിയ വിവരങ്ങളാണ് ദേവസ്വം വിജിലൻസ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് അന്ന് പങ്ക് എന്നുള്ള വിജിലൻസ് സംശയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ്. ഈ 3 പേരുടെ പങ്കാണ് ദേവസ്വം വിജിലൻസ് ഈ ഇടക്കാല റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ആണ് അന്നത്തെ സമയത്ത്, അതായത് 2019 ഈ മഹസറിൽ ഈ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി നിർണായകമായ ബോർഡ് യോഗവും ഇപ്പോൾ നടക്കുകയാണ് ആസ്ഥാനത്ത്. അതിന്റെ വിവരങ്ങൾ റഹീസ് റഷീദ് നൽകും. റഹീസ് റഷീദ്, ഇപ്പോൾ യോഗം ചേരുന്നു, ദേവസ്വം ബോർഡ് യോഗം ചേരുന്നു. എന്താണ് ആലോചന, എന്താണ് സൂചന? സ്മൃതി, ഇന്നും നാളെയുമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഭരണസമിതി യോഗം നമുക്ക് പിന്നിൽ കാണുന്ന ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേരുന്നത്. രാവിലെ 10 മണിക്ക് തന്നെ യോഗം ആരംഭിച്ചു. ബോർഡ് ചെയർമാൻ PS പ്രശാന്ത്, 2 അംഗങ്ങൾ അജികുമാർ അടക്കമുള്ള അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിൽ പ്രധാനമായും അജണ്ട വെച്ച് നിശ്ചയിച്ച യോഗമാണെങ്കിലും ആദ്യ ഘട്ടത്തിൽ, അതായത് ഇപ്പോഴുള്ള സമയത്ത് നിലവിലുള്ള സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയ്ക്ക് ഇന്ന് യോഗം ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായി ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ ഫയലുകളും എത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അതിൽ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതുള്ളത്. 1998 വിജയ് മല്യ സ്വർണം പൂശുന്ന സമയത്ത് നൽകിയ, ആ സമയത്ത് സ്വർണം പൂശി നൽകിയ സമയത്ത് ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സ്, 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് ഏതൊക്കെ നടപടിക്രമങ്ങൾ നടന്നു, ഏതൊക്കെ ഉദ്യോഗസ്ഥരതിൽ ഭാഗവാക്കായി എന്ന കാര്യങ്ങളാണ് പ്രധാനമായും നോക്കുന്നത്. ആ ഉദ്യോഗസ്ഥരാരും, പ്രധാനപ്പെട്ട കാര്യം, ആ ഉദ്യോഗസ്ഥരാരും തന്നെ ഇപ്പോൾ സർവീസിൽ, അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാരും തന്നെ സർവീസിലില്ല. എങ്കിൽ പോലും ഉദ്യോഗസ്ഥ തലത്തിൽ ഏത് തരത്തിലാണ് അലംഭാവം നടന്നത്, വീഴ്ച നടന്നത് എന്ന് കണ്ടെത്തുകയാണ്. അതിനുശേഷം തുടർ നടപടികൾ എടുക്കാൻ ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച ആളുകളാണെങ്കിൽ പോലും H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം വരുന്നു.
ഉണ്ടായിരുന്നു. അവർക്ക് ഇത് സംബന്ധിച്ച ദേവസ്വം ബോർഡിനുള്ള നിർദ്ദേശങ്ങൾ ഒപ്പം വിവരങ്ങൾ കൈമാറുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. ഇതുകൂടാതെ ഈ മാസം 17-നാണ് നിലവിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങൾ തിരിച്ച് സന്നിധാനത്ത് സമർപ്പിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളും ഒപ്പം മണ്ഡലകാലം നവംബർ 17-ന് തുടങ്ങുകയാണ്. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. ശരി, രജിസ്ട്രേഷിതും ഹരിമോഹനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്